എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ നടപടിക്കെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയിലേക്ക്. പത്രിക സമർപ്പിച്ച LC ജോർജ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഉദ്യോഗസ്ഥ ദുഷ്ടലാക്ക് ആരോപിച്ചാണ് കോടതിയെ സമീപിക്കുക. പത്രിക തള്ളിയതോടെ സ്ഥാനാർത്ഥിയില്ലാതെ കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്. ഡമ്മി സ്ഥാനാർത്ഥി പത്രികയും നൽകിയിരുന്നില്ല. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ എത്തുകയാണ്. കടമക്കുടിയിലെ വിഷയത്തിൽ UDF കോൺഗ്രസിനാണെങ്കിൽ ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഇല്ലാതെ പോയത് പണിയാവുകയും ചെയ്തു. ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ എന്താണ് UDF ആരോപിക്കുന്നത്? എന്താണ് ഹൈക്കോടതിയിലെ ഈ സ്ഥാനാർത്ഥിയുടെ പ്രയർ? ഡോക്ടർ അരുൺകുമാർ, ഈ കടമക്കുടിയിലെ പത്രിക തള്ളിയതിൽ നിയമപരമായി പരിഹാരം തേടുക എന്നൊരു സാധ്യത പരീക്ഷിച്ചു നോക്കുന്നു കോൺഗ്രസ് എന്നതാണ് പ്രധാനം. കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം, ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചില്ല പത്രിക സമർപ്പിച്ച വേളയിൽ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പിഴവുണ്ട് എന്ന ഒരു സംശയം ഉയർന്നതിന് തൊട്ടു പിന്നാലെ പത്രികാ സമർപ്പണത്തിന്റെ സമയം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പ് ഈ സ്ഥലത്തേക്ക് വീണ്ടും എത്തുന്നു. ആ ഘട്ടത്തിൽ പക്ഷേ കടത്തിവിടാതെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിച്ചു. അതായത് ഈ പത്രിക തള്ളാനുള്ള സാഹചര്യം ഒരുക്കി ആസൂത്രിതമായി എന്നാണ്. അത് കളക്ടറേറ്റിലെ വരണാധികാരിക്കാണ്, കളക്ടർക്ക് തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും. അതുകൊണ്ട് ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന ആവശ്യമാണ്. നിയമപരമായി എത്രത്തോളം നിലനിൽക്കും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണ വലിയ വിമതശല്യം കോൺഗ്രസ് നേരിടാറുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല. ഗതികേട് വരുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കണം. അവിടെ 3 പത്രിക മാത്രമേ ആകെ സ്വീകരിക്കപ്പെട്ടുള്ളൂ. അത് CPM, BJP, പിന്നെ CPM-ന്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടേതുമാണ്. അത് ഇന്ന് പിൻവലിക്കും. അങ്ങനെ വരുമ്പോൾ 2 സ്ഥാനാർത്ഥികൾ മാത്രമേ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ CPM BJP നേരിട്ടുള്ള മത്സരത്തിന് വഴിയൊരുങ്ങും. അവിടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്, വിജയിക്കാൻ കഴിയുന്ന ഡിവിഷനാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഗതി വരും. സ്വതന്ത്രരോ വിമതരോ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് പിന്തുണ നൽകി മത്സരത്തെ നേരിടാമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമില്ല. എന്ന് മാത്രമല്ല, സംസ്ഥാനത്താകെ ഇത് രാഷ്ട്രീയ ചർച്ചയാകുന്നു, ജില്ലയിലാകെ ഇത് രാഷ്ട്രീയ ചർച്ചയാകുന്നു. അങ്ങനെ വരുമ്പോൾ അതുകൂടി മറികടക്കേണ്ടതുണ്ട്. അതും കൂടി, അതായത് രാഷ്ട്രീയമായി അതിനെ ജനങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നിയമപരമായ മാർഗം തേടുകയല്ലാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റൊരു പോംവഴിയില്ല എന്നാണ് സ്ഥാനാർത്ഥിയോട് ഞാൻ അല്പം മുൻപ് സംസാരിച്ചിരുന്നത്. അതായത് ഈ പത്രിക തള്ളിയ LC ജോർജ്, അവർ നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അവർ ഇന്ന് തന്നെ കളക്ടറേറ്റിൽ എത്തും. അവിടെ പത്രിക തള്ളിയതായുള്ള കത്ത് വേണം. അതുമായി മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയുകയുള്ളൂ. നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചന ഇപ്പോൾ നടത്തുന്നു. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് വളരെ വേഗത്തിൽ ഈ ഹർജി പരിഗണിപ്പിക്കും വിധമുള്ള ഒരു ഇടപെടലിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കുക എന്നത് മാത്രമാണ് സാധാരണഗതിയിൽ. അതായത് ഒരു ഡിവിഷനകത്ത് എവിടെ നിന്നുള്ള ആൾക്കും മത്സരിക്കാം, പക്ഷേ ഡിവിഷനിലുള്ള വോട്ടർമാരാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത്. അത് ഡിവിഷന് പുറത്തായി പോയി എന്താണ് ഇതിലെ പിഴവായി ഭരണാധികാരി കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. അതൊരു സാങ്കേതിക പിഴവാണ്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നതല്ലേ? ഡിവിഷനിലുള്ള വോട്ടർമാർ വേണം ഇതിനെ പിന്താങ്ങിയത് ഡിവിഷന് പുറത്തുനിന്നുള്ള ആളായിപ്പോയി. അതാണ് പ്രശ്നം. സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഡിവിഷന് പുറത്തുനിന്നുള്ള ഒരാളാവാം, ആ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നായാൽ മതി. പക്ഷേ ഇതാണ് സാങ്കേതികമായ പ്രശ്നം. അതിലിനി ഹൈക്കോടതി ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? അത് സാധ്യത വളരെ വിരളമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നതാണ്. എന്തായാലും കോൺഗ്രസിന് അവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല. അതാണ് തിരിച്ചടിയായി തീർന്നത്.